ഹലോ ഗായ്സ്, അപ്പം ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പം അതിന് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് ഞാൻ. അപ്പോഴാണ് വാവേനെ ഇവിടെ ഒരുക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണം ഇവിടെ അടുത്ത് തന്നെയാണ്, റിസപ്ഷനാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കല്യാണത്തിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. കുടുംബത്തിലുള്ളൊരു കല്യാണം തന്നെയാണ്. പക്ഷെ തക്കോട് ഇങ്ങനെ പ്രഗ്നന്റ് ആയിട്ട് പ്രസവിക്കാറായിട്ട് ഇരിക്കുന്ന ഈ സമയത്ത് കെട്ടാൻ പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസപ്ഷന് പോകാനുള്ള പ്ലാനിൽ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പൊന്നുണ്ണിയും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ തക്കുടിനെയും കാറിൽ കയറ്റി വിട്ടു. പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി. അങ്ങനെ നേരെ കല്യാണ വീട്ടിലേക്ക് ചെന്നു. കല്യാണ വീട്ടിൽ എത്തിയപ്പോൾ അവിടെ ആരും കാണാനില്ല. പിന്നെ ഞങ്ങൾ കുട്ടികളൊക്കെ കൂടി നിന്നിട്ട് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു. കുറച്ചു നേരം അവിടെ അങ്ങനെ ചെലവഴിച്ചതിന് ശേഷം പിന്നെ വീണ്ടും ഓട്ടോറിക്ഷ കയറിയിട്ട് വേറെ കല്യാണ മണ്ഡപത്തിലേക്ക് കേട്ടോ. റിസപ്ഷൻ നടക്കുന്ന ഇവിടെയാണ്. പേര് പോലെ തന്നെ ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഓഡിറ്റോറിയം. അവിടെ എത്തിയപ്പോൾ എന്നെ നല്ല അടിപൊളി മണ്ഡപവും കാര്യങ്ങളൊക്കെ. മാവയും പൊന്നുണ്ണിയാണെങ്കിൽ പോസിറ്റ് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. തക്കുടാണ് വെൽക്കം ഡ്രിങ്കും കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ മണ്ഡപത്തിന് ആദ്യം കയറാണ് കേട്ടോ. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണില്ലേ, പൂക്കളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ പേരും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇനി നേരെ മണ്ഡപത്തിനകത്തേക്ക് കയറാണ് കേട്ടോ. അത് കയറി പറഞ്ഞില്ല, മൊത്തത്തിലൊരു നീലമയം കാണാൻ നല്ല അടിപൊളി. സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരും എത്തിയിട്ടില്ല കേട്ടോ, ഞങ്ങളാണ് ആദ്യം എത്തിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി. സീലിംഗ് ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും ഈ ഫ്ലവറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണെങ്കിലും മൊത്തത്തിൽ സ്റ്റേജൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് പ്രീമിയം സെറ്റപ്പിലാണ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വർക്ക് ഏറ്റെടുത്ത ടീം എന്തായാലും നല്ല രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അങ്ങനെ ഞങ്ങൾ ചെക്കനും പെണ്ണൊക്കെ വരാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പം അങ്ങനെ വാവയുടെയും പൊന്നുണ്ണിയുടെയും അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അങ്ങനെ കുറച്ച് സമയം കളഞ്ഞു. കൂട്ടത്തിൽ ഞങ്ങളെടുക്കാനും പറഞ്ഞില്ല കേട്ടോ. ഞാനും തക്കണും കുറച്ച് നേരം അങ്ങനെ നിന്നു. ആരും വന്നിട്ടില്ല, ഞങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ചെക്കനും പെണ്ണിനും വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ചെക്കനും പെണ്ണൊക്കെ വന്നു. അപ്പോൾ അവരിനി അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ കുറച്ച് നേരം എന്തായാലും അവർ ബിസി ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് വെല്ലിച്ച എന്തോ വിളിച്ചു പറയുന്നുണ്ട്. എല്ലാവരും കേക്ക് മുറിക്കാനായിട്ട് അങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞിട്ടോ. വെല്ലിച്ച അങ്ങനെ കാര്യമായിട്ട് വിളിച്ചെന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഓടിക്കയറി കഴിഞ്ഞാൽ സ്റ്റേജിൽ നിൽക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റേജിൽ കൊള്ളാവുന്ന ആൾക്കാരൊക്കെ വെച്ചിട്ട് അങ്ങനെ കേക്ക് മുറിക്കലും ചെക്കനും വേണ്ട അങ്ങോട്ട് കൊടുക്കലും അങ്ങനെ എല്ലാവർക്കും മധുരം കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പരിപാടി അങ്ങോട്ട് ഉഷാറായിട്ട് തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ അങ്ങനെ മൊത്തത്തിൽ ബിസിയാണ്. അതിൻ്റെ ഇടയിൽ പിള്ളേരുടെ വക ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല വൈബ് പിള്ളേരാണ്, അടിപൊളിയായിരുന്നു. ഒരു 4-5 പാട്ടൊക്കെ മിക്സാക്കി കളിച്ച് പരിപാടി അവർ ഉഷാറാക്കി. നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളും. പിന്നെ ചെക്കനെയും പെണ്ണിനൊക്കെ നിർത്തി അവരെയും കൊണ്ട് ഡാൻസ് കളിപ്പിച്ചിട്ടോ. മൊത്തത്തിൽ നല്ല അടിപൊളി കാഴ്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് പിന്നെ വിശക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോയിട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് അടി ഇപ്പോൾ കുറവാണ്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഫുഡ് എടുത്ത് അതങ്ങോട്ട് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോയി. തക്കുളിന് ഐസ്ക്രീം വേണമെന്ന് വെച്ചാൽ തക്കുളിന് വേണ്ട പറയും. പിന്നെ ഞാനത് പോയി തിന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ തിരിച്ചു പോകണം. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ.